ഫോണിൻ്റെ ഉപയോഗം കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മളിൽ ചിലരൊക്കെ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുക, ക്രിയേറ്റിവിറ്റി നഷ്ടമാകുക, നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കുക, സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ പണ്ടത്തെ കാലം ഇപ്പോൾ കൂടുതലായിട്ട് കാണുക. അതുപോലെ തന്നെ നമുക്ക് പണ്ടൊക്കെ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്നവരാവാം. ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ ഒന്നോ രണ്ടോ പുസ്തകമെങ്കിലുമൊക്കെ നമ്മൾ വായിക്കുമായിരുന്നിട്ടുണ്ടാവാം. അങ്ങനെയുള്ള നമ്മളൊക്കെ ഇന്ന് വെറും ഒരു പേജ് പോലും വായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഫോണ് കാലാകാലങ്ങളായി നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ അല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം കൂടിയതിന് ശേഷം നമ്മളിലൊക്കെ കണ്ട മാറ്റങ്ങളാണ്. ഇതൊക്കെ ബ്രെയിൻ റോട്ടിൻ്റെ ലക്ഷണങ്ങളാണ്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ കൺസെപ്ഷൻ അധികമാകുന്നതിലൂടെ നമുക്ക് ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ മറ്റ് റിയൽ ലൈഫ് ആക്ടിവിറ്റി ചെയ്യാനോ ഒന്നുമുള്ള മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. സോ ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, ഫോണിൻ്റെ ഉപയോഗം കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ സംശയിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഫോൺ ഒരു കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ പറയുന്നത് സീഗാർനിക് എഫക്റ്റ് എന്നുള്ളതാണ്. സീഗാർനിക് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സീരീസ് ബിഞ്ച് വാച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരികയാണ്. ഇനിയും അതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുമ്പോൾ നമ്മളത് വീണ്ടും അടുത്ത എപ്പിസോഡ് കണ്ടുകൊണ്ട് ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമുക്ക് ഫോണിലും സംഭവിക്കുന്നത്. നമ്മുടെ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സോഷ്യൽ മീഡിയ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ലൂപ്പ് ക്രിയേറ്റ് എന്ന രീതിയിലാണ്. നമുക്ക് കാര്യങ്ങൾ കഴിഞ്ഞു എന്നുള്ളൊരു ഫീല് തോന്നുന്നില്ല, അടുത്തതായി എന്തോ ഇനിയും വരാനുണ്ടെന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ ഈ ഷോർട്സും റീൽസും ഒക്കെ വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോപ്പമിൻ ഹൈജാക്ക്. അതായത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡോപ്പമിൻ ഹിറ്റ് ഈ വീഡിയോസ് കാണുന്നതിലൂടെ, ഈ ഒരു 15 മിനിറ്റ് ക്യാപ്സ്യൂൾ വീഡിയോ കാണുന്നതിൽ 15 സെക്കൻഡ് വീഡിയോ കാണുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോപ്പമിൻ ഡിസ്റെഗുലേഷൻ നടക്കുന്നതും ഈ സീഗാർനിക് എഫക്റ്റ് ഒക്കെ കാരണമാണ് നമ്മൾ ആക്ച്വലി ഫോണിൽ ഇങ്ങനെ പെട്ടിരിക്കുന്നത്. സ്ക്രീൻ ഫ്രീ മോർണിംഗ്, അതായത് എഴുന്നേറ്റാൽ ഉടനെയുള്ള ആദ്യത്തെ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ടോൺ ചെയ്യപ്പെടുന്നത്. സോ നമ്മൾ ആദ്യം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ ഡോപ്പമിൻ പ്രൈമിംഗ് എന്ന് പറഞ്ഞ കാര്യം നടക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ ദിവസം പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ദിവസമാണെങ്കിൽ നമ്മൾ ഈ ഡോപ്പമിൻ പ്രൈമിംഗ് നടക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഫോണിൽ തന്നെ ഇരിക്കുകയും ഈ ആക്ടിവിറ്റീസിനെയൊക്കെ കമ്പാരിറ്റീവ്ലി ബോറിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും നമ്മൾ ആക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവ് ആകാതെ ഒരു ദിവസത്തിനെ വേസ്റ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ ഇൻക്രീസും ഈ രാവിലെയുള്ള ഫോൺ ഉപയോഗത്തിൽ ഉണ്ടാവുന്നുണ്ട്. രാവിലെ നമ്മൾ ഫോൺ നോക്കിയിരിക്കുന്നതിന് പകരം ആദ്യത്തെ എഴുന്നേറ്റാൽ ഉടനെയുള്ള 30 മിനിറ്റ് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ബിഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ജനാലകൾ തുറക്കുന്നത്, ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നത്, അതുപോലെ ജേർണലിങ് ചെയ്യുന്നത്, പുസ്തകം വായിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മൾ ചെടികളെയൊക്കെ നോക്കുന്നത്, ഇതൊക്കെ കുറച്ചും കൂടെ ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം, ഒന്നും ചിന്തിക്കാതെ നമ്മൾ കുറേ നേരം ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ. അങ്ങനെയുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റൂളാണ് ദ 20 സെക്കൻഡ് റൂൾ. ഷോൺ ഏക്കർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് കോയിൻ ചെയ്ത ടേമാണ് ദ 20 സെക്കൻഡ് റൂൾ. നല്ല ഹാബിറ്റുകളെ ഇമ്പ്രൂവ് ചെയ്യാനും മോശം ഹാബിറ്റുകളെ കളയാനുമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ദ 20 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. 20 സെക്കൻഡ് റൂൾ പറയുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട എഫേർട്സ് സംടൈംസ് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുകയും അത് ത്രൂ നമുക്കൊരു ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനും പറ്റും. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ അറിയാതെ ഫോൺ എടുക്കുന്നതിൻ്റെ റീസൺ ഫോൺ നമ്മുടെ പ്രോക്സിമിറ്റിയിൽ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു 20 സെക്കൻഡിൽ അധികം ഒരു എഫർട്ട് എടുത്ത് നമ്മൾ അടുത്ത റൂമിൽ പോയി ഫോൺ എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഈ അറിയാതെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം നമ്മളിൽ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. സോ സിംപിളി പറയുവാണെങ്കിൽ
നമ്മൾ വർക്ക് ചെയ്യാനോ പഠിക്കാനോ ഇരിക്കുന്ന സമയം ഫോൺ നമ്മളുടെ തൊട്ടടുത്ത് വെക്കാതെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പുകൾ, എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ച് ഒരു ആപ്പിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചില സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അങ്ങനെ വരുമ്പം ഒരു 20 സെക്കൻഡിൽ എക്സ്ട്രാ നമ്മൾ എഫേർട്സ് എടുക്കേണ്ടി വരുന്നത് നമുക്കൊരു ബാരിയറായിട്ട് തോന്നുകയും നമ്മൾ അത് ചെയ്യാതിരിക്കാനുള്ള ചാൻസസും ഉണ്ട്. ദ മൈൻഡ്ഫുൾ ഫോൺ യൂസ് സ്ട്രാറ്റജി. പലപ്പോഴും ഫോണ് എന്ന് പറഞ്ഞൊരു കാര്യമല്ല നമുക്ക് വില്ലനായിട്ട് വരുന്നത്. നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദിയായിട്ടുള്ളത്. നമ്മുടെ ബ്രെയിൻ ഫോളോ ചെയ്യുന്നത് ഒരു ഹാബിറ്റ് ലൂപ്പാണ്. നമുക്ക് ബോറടിക്കുന്നു, നമ്മൾ ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് റിവാർഡ് കിട്ടുന്നു. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റിഫ്ലെക്സ് പോലെ ഫോൺ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബോറടിയോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഉണ്ടായാൽ നമ്മൾ ഫോൺ എടുക്കും, അതിൽ തോണ്ടിക്കൊണ്ടിരിക്കും, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. അതായത് ഫോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ അഡിക്റ്റഡ് ആയിട്ട് അതിലുള്ള കാര്യങ്ങൾ കണ്ട് നമ്മുടെ സമയം ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. സോ ഈ ലൂപ്പ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഫോൺ എടുക്കുന്നു, ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഫോൺ എടുക്കുന്നു, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ച് നോക്കിയാലോ, എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണോ കാണുന്നത് എന്ന് അതും അല്ലായിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവെയർ ആകണം. ആ ഒരു നിമിഷത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആകണം. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിനെ കുറിച്ച് നമ്മൾ അവെയർ ആകണം. അപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾ ആകുക എന്നുള്ളതാണ് ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ചില കോണ്ടന്റ്സ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ സമയം കളയുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് അൺഫോളോ ചെയ്യുന്നത് ഒരു പരിധി വരെ നല്ല കാര്യമാണ്. അതുപോലെ നമുക്കിപ്പം ചില ആപ്പുകൾ നമുക്ക് ഒട്ടും തന്നെ കൺട്രോൾ തരുന്നില്ല, ഒട്ടും നമ്മളെ ടൈമിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ആ ഒരു ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതും ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഇനി പൂർണ്ണമായിട്ട് നമുക്ക് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേ സ്കെയിൽ മോഡ് ഓൺ ആക്കി വെക്കാം. അത് ത്രൂ നമുക്ക് അത്രയും കളർഫുൾ ആയിട്ട് കാര്യങ്ങളെ കാണാത്തത് കൊണ്ട് നമുക്കത് കുറച്ച് നമ്മളെ ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഗ്രേ സ്കെയിൽ മോഡ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഗ്രേ സ്കെയിൽ മോഡ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ കളർഫുൾ ആയിട്ടാവില്ല ഈ സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ്സ് ഒന്നും കാണുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡിൽ കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവില്ല. സോ നമ്മൾ ബോറടിക്കുകയും നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ടൈം ലിമിറ്റ്സ്, ആപ്പുകൾ യൂസ് ചെയ്യുന്നതിൽ ടൈം ലിമിറ്റ്സ് വെക്കുന്നതോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കൂടുമ്പോൾ ഫോണിൽ തന്നെ വെക്കാൻ പറ്റുന്ന ലിമിറ്റുകളൊക്കെ നമ്മൾ വെക്കുന്നതും ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. ദ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ടെക്നിക്. നമുക്ക് ഫോൺ ഉപയോഗിക്കാനുള്ള ഭയങ്കരമായൊരു ടെൻഡൻസി വരുന്ന സമയത്ത്, ഒരു ക്രേവിങ് വരുന്ന സമയത്ത് ഇപ്പോൾ ഉപയോഗിക്കേണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഉപയോഗിക്കാമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ 10-15 മിനിറ്റിൽ നമുക്ക് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് എൻഗേജ്ഡ് ആകാവുന്നതുമാണ്. സോ ഇവിടെ നമുക്ക് 15 മിനിറ്റോ ഒരു 10 മിനിറ്റോ നമ്മൾ വൈകിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ക്രേവിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും അത് ത്രൂ നമുക്ക് ഫോണ് പിന്നീട് എടുത്തുപയോഗിക്കണം എന്നുള്ള ആഗ്രഹം കുറയാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാവുന്നതാണ്. ദ റിയൽ ലൈഫ് ഡോപ്പമിൻ ബൂസ്റ്റ്. നമുക്ക് ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാസീവ് ആയിട്ടുള്ള ഡോപ്പമിനാണ്. എന്നാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആക്റ്റീവ് ഡോപ്പമിൻ കിട്ടുന്നത് നമ്മൾ റിയൽ ലൈഫിലുള്ള എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഫോൺ ഉപയോഗം അധികം ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആക്ടിവിറ്റികളുണ്ട്. ഡീപ്പായിട്ടുള്ള മറ്റാൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ആവാം, ഒരു ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നതാവാം, ഫിറ്റ്നസ് ആയിരിക്കാം, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നതാവാം. നമുക്കിഷ്ടമുള്ള മറ്റ് ആക്ടിവിറ്റീസുകളുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ആക്ടിവിറ്റികളിലേക്ക് തിരികെ പോകുന്നത്, ഇനി അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഹോബീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കുറേ രീതിയിലൊക്കെ ഈ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നത്. നമ്മൾ ഇതുപോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ തിരിയുമ്പോൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഒരു ഫിറ്റ്നസ്സിലേക്ക് നമ്മൾ തിരിയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് പോകാൻ നല്ല മടിയായിരിക്കും. പക്ഷെ നമ്മളെ പുഷ് ചെയ്ത് അതിൽ പോകാൻ തുടങ്ങി കഴിയുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ട് ആ ഒരു ഹാബിറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള എഫേർട്സിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ ടൈമിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നത്. ഇത് നൈറ്റ് ടൈം ഡിജിറ്റൽ ഡീറ്റോക്സ്. നമ്മൾ അധികം ആൾക്കാരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയിലെ ഉറക്ക പ്രശ്നത്തിൻ്റെ മെയിൻ വില്ലൻ രാത്രിയിലുള്ള ഫോൺ ഉപയോഗമാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫോണിൻ്റെ യൂസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫോൺ നിർബന്ധമായിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഫോണിൻ്റെ ഈ ഒരു ഫോൺ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്സ് നമ്മുടെ മെലറ്റോണിനെ ബാധിക്കുകയും അത് നമ്മളുടെ ഉറക്കത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുകയും നമ്മൾക്ക് ഡീപ്പായിട്ടുള്ള റെസ്റ്റ് കിട്ടുന്നതിൽ നിന്ന് നമ്മുടെ ബ്രെയിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഫോൺ യൂസ് ചെയ്ത് സ്ഥിരമായിട്ട് ശീലിച്ച ഒരാളാണ് നിങ്ങൾ, കിടക്കാൻ നേരം നിങ്ങൾക്ക് ആ സൈലൻസ് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കഥയോ എന്തെങ്കിലും വെച്ച് കേട്ടോണ്ട് ഉറങ്ങാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ നിങ്ങൾക്ക് സ്ലീപ്പ് മ്യൂസിക്കുകൾ കേട്ടുറങ്ങാനായിട്ട് ശ്രമിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു ഡീപ്പ് മെഡിറ്റേഷൻ എടുക്കുന്നത്, ജേർണലിങ് ചെയ്യുന്നത്, രാത്രി കുളിച്ചിട്ട് കിടക്കുന്നത്, ഇതൊക്കെ നമുക്ക് സ്ലീപ്പിൻ്റെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നവയാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.